എല്ലാവർക്കും നമസ്കാരം. ഗ്രേഡ് 7 SSTയിലെ 4ാമത്തെ ചാപ്റ്റർ 4ൻ്റെ 3rd ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഡ്രെയിൻ തിയറിയെക്കുറിച്ചാണ്. ഇനി അടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. The seat of the British government in India was Bengal. The seat എന്ന് പറയുന്നത് ആസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത്, സീറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ബംഗാൾ ആയിരുന്നു. The people of Bengal had been living like brothers. ബംഗാളിലെ ജനങ്ങൾ, പീപ്പിൾ ഓഫ് ബംഗാൾ, അവർ എങ്ങനെയാണ് താമസിച്ചിരുന്നത്? ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്, സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത്. ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് എഗൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് എഗൻസ്റ്റായിട്ട് അല്ലെങ്കിൽ നയങ്ങൾക്ക് എതിരെ വേരിയസ് ആക്ടിവിറ്റീസ്, ധാരാളം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു അല്ലെങ്കിൽ ക്യാരിയിങ് ഔട്ട് ചെയ്തിരുന്നു. അപ്പോൾ ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് എഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ അവർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. ആരാണ്? ബംഗാളിലെ ജനങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ബംഗാൾ. ഇൻ 1904 the Secretary of Home Affairs, Risley, observed, Bengal united is power. Bengal divided will pull several different ways. One of our main objectives is to split up and thereby weaken a solid body of opponents to our rule. In 1904, 1904 The Secretary of Home Affairs, ആഭ്യന്തര സെക്രട്ടറി, ബ്രിട്ടീഷുകാരുടെ ആഭ്യന്തര സെക്രട്ടറിയായ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര കാര്യ സെക്രട്ടറിയായ റിസ്ലെ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആരുടെയാണ്? സെക്രട്ടറി ഓഫ് ബ്രിട്ടീഷ് ഹോം അഫയേഴ്സ് ഇൻ ഇന്ത്യ റിസ്ലെ തന്നല്ലോ. എന്തായിരുന്നു കാഴ്ചപ്പാട്? ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ. ബംഗാൾ ഒരുമിച്ചാൽ, ബംഗാൾ യുണൈറ്റ് ആയാൽ എന്താണ്? അതൊരു പവറായിട്ട് മാറും അല്ലെങ്കിൽ ഒരു ശക്തിയായി മാറും. ബംഗാൾ ഡിവൈഡഡ് എന്നാൽ ബംഗാളിനെ വിഭജിച്ചാലോ? വിൽ പുൾ സെവറൽ ഡിഫറൻറ്റ് വേസ്. നമുക്കതിനെ പല രീതിയിൽ, ഡിഫറൻറ്റ് വേസിൽ, വ്യത്യസ്തങ്ങളായ ധാരാളം, സെവറലായിട്ടുള്ള ഡിഫറൻറ്റ് വേസ്, വ്യത്യസ്തങ്ങളായ ഡിഫറൻറ്റ് വേസിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? പുൾ ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കതിനെ ദുർബലപ്പെടുത്താൻ കഴിയും. വൺ ഓഫ് അവർ മെയിൻ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഒരു മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഈസ് ടു സ്പ്ലിറ്റ് അപ്പ്, എന്ത് ചെയ്യുക? വിഭജിക്കുക, പാർട്ടീഷൻ ചെയ്യുക. ആരെ? ബംഗാളിനെ. ആൻഡ് ദെയർബൈ, അങ്ങനെ അതിലൂടെ വീക്കൺ എ സോളിഡ് ബോഡി ഓഫ് ഒപ്പണൻസ് ടു അവർ റൂൾ, നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളുടെ കരുത്തുറ്റ സംഘടനയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദുർബലപ്പെടുത്താൻ കഴിയും, വീക്കൺ ചെയ്യാൻ കഴിയും. അപ്പോൾ അവർ റൂളിൻ്റെ ഒപ്പണൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എതിരാളികൾ. സോളിഡ് ബോഡി എന്ന് പറഞ്ഞാൽ കരുത്തുറ്റ സംഘടന. അപ്പോൾ നമ്മുടെ ഭരണത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിനെ എതിർക്കുന്ന കരുത്തുറ്റ സംഘടനയെ നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയും? വീക്കണാക്കി മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ദുർബലമാക്കി മാറ്റാൻ കഴിയും. അതുതന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുക? ബംഗാളിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുക. ഇത് ആരുടെ കാഴ്ചപ്പാടാണ്? ആരുടെ ഒബ്സർവേഷൻ, ആരുടെ നിരീക്ഷണമാണ് ഈ പറഞ്ഞത്? ഹോം അഫെയർ സെക്രട്ടറിയായ ആരാണ്? റിസ്ലെയുടെ അഭിപ്രായമാണ്. In 1904, the Secretary of Home Affairs, Risley, observed, Bengal united is power.
Bengal divided will pull several different ways. One of our main objectives is to split up and thereby weaken a solid body of opponents to our rule. The British officials treated Bengal as a growing power against British rule. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വളരുന്ന ഒരു ശക്തിയായാണ് ബംഗാളിനെ ബ്രിട്ടീഷ് അധികാരികൾ കരുതിയിരുന്നത്. ബ്രിട്ടീഷ് അധികാരികൾ ട്രീറ്റഡ് ചെയ്ത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തത് ബംഗാളിനെ എന്തായിട്ടായിരുന്നു? ഗ്രോവിങ് പവർ, വളരുന്ന ഒരു ശക്തി. എന്തിനെതിരെ? എതിരെ ദ ബ്രിട്ടീഷ് റൂൾ. ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദ വൈസ്രോയ് ലോർഡ് കർസൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1905 വൈസ്രോയി കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ഓക്കെ, അതിൻ്റെ പാർട്ട് ഇവിടെ തന്നിട്ടുണ്ടൊരു അല്ലേ, രണ്ട് ഇതായിട്ട്. ഏതൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. പശ്ചിമ ബംഗാളും അതുപോലെ തന്നെ പൂർവ്വ ബംഗാളുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഒരു മാപ്പാണ് അവിടെ തന്നിരിക്കുന്നത്, ബംഗാളിൻ്റെ ഡിവിഷൻ. വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് അല്ലേ. ബംഗാളിനെ വിഭജിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്? ബ്രിട്ടീഷുകാരെ ബംഗാളിൻ്റെ വിഭജനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ പറഞ്ഞു അവർക്ക് ബംഗാളിനെ വളരെ ഭയമായിരുന്നു അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞത്? ബംഗാളിലെ ജനങ്ങൾ എന്തായാലും ഒരുമിച്ചാണ് നിന്നത് അല്ലേ. അവർ സഹോദരന്മാരെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അവരെ ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ എന്ത് തോന്നലുണ്ടായി? അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കെതിരെ വളരെ ശക്തമായ ഒരു ഇതായിട്ട് മാറും. അത് ശക്തിയായി കഴിഞ്ഞാൽ നമ്മുടെ പല പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് നമുക്ക് അവയെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് ഗ്രോയിങ് പവറാണ് എങ്കിൽ അതുകൊണ്ട് നമുക്ക് തന്നെ സ്പ്ലിറ്റപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് ഇതിലോട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ അത് ടെക്സ്റ്റ് വായിച്ച് നല്ല രീതിയിൽ അത് പോയിൻ്റായിട്ട് എഴുതണം. നെക്സ്റ്റ്, നാഷണൽ ഡെയിലീസ്, പോയറ്റ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ പാർട്ടീഷൻ. അപ്പോൾ ദേശീയ പത്രങ്ങൾ, നാഷണൽ ഡെയിലീസ്, ദേശീയ പത്രങ്ങളും, പോയറ്റ്സ്, കവികൾ, അതുപോലെ തന്നെ സോഷ്യൽ ലീഡേഴ്സ്, സാമൂഹിക പ്രവർത്തകർ, ഇവരെല്ലാം സ്ട്രോങ്ലി ഒപ്പോസ് ദ പാർട്ടീഷൻ, ശക്തമായി എതിർത്തു. എന്തിനെയാണ്? വിഭജനത്തിനെ. പാർട്ടീഷൻ വിഭജനം തന്നല്ലോ. അപ്പോൾ ഈ വിഭജനത്തിനെ സ്ട്രോങ്ലി ഒപ്പോസ്ഡ്, ശക്തമായി എതിർത്തു. ആര്? നാഷണൽ ഡെയിലീസ്, ദേശീയ പത്രങ്ങൾ, പിന്നെ ആരൊക്കെയാണ്? പോയറ്റ്സ്, കവികൾ, അതുപോലെ തന്നെ സോഷ്യൽ ലീഡേഴ്സ്. The great poet Rabindranath Tagore made his stand on the partition explicit. മഹാനായ കവി, ഗ്രേറ്റ് പോയറ്റ് നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ. മെയ്ഡ് ഹിസ് സ്റ്റാൻഡ് ഓൺ ദ പാർട്ടീഷൻ എക്സ്പ്ലിസിറ്റ്. വിഭജനത്തിൽ തൻ്റെ നിലപാട്, സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിലപാടാണ്, എക്സ്പ്ലിസിറ്റ് ചെയ്യുക, വെളിപ്പെടുത്തുക. അപ്പോൾ മഹാനായ കവി രവീന്ദ്രനാഥ ടാഗോർ തന്നല്ലോ ബംഗാൾ വിഭജനത്തിൽ തൻ്റെ നിലപാട് എന്ത് ചെയ്തു? എക്സ്പ്ലിസിറ്റ് ചെയ്തു, വെളിപ്പെടുത്തി. എങ്ങനെയാണ് അതാ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്? അദ്ദേഹം പ്രസ്താവിച്ചു, ഹി സ്റ്റേറ്റഡ് അല്ലേ, അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചു, ഹി സ്റ്റേറ്റഡ് ദാറ്റ് എന്താണ്? ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ടു ചേംബേഴ്സ് ഓഫ് ദ സെയിം ഹാർട്ട് which is made fertile by the Ganga and the Brahmaputra. അപ്പോൾ ഈ വിഭജിച്ച ഈസ്റ്റ് ബംഗാളായാലും ശരി തന്നെ, വെസ്റ്റ് ബംഗാളായാലും ശരി അല്ലേ, പശ്ചിമ ബംഗാളായാലും പൂർവ്വ ബംഗാളായാലും എന്ത് തന്നെയാണ്? അത് ടു ചേംബേഴ്സ് ഓഫ് ദി സെയിം ഹാർട്ട്. ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്, ടു ചേംബറുകളാണ്, രണ്ട് അറകളാണ് എന്ന് പറയുന്നത്. ഒരേ ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും.
ആ അറകളെ എന്താണ് പരിപുഷ്ടപ്പെടുത്തിയിരിക്കുന്നത്, ഫെർട്ടിലൈസ് ആക്കിയിരിക്കുന്നത് ആരാണ്? ഗംഗയും അതുപോലെ തന്നെ ബ്രഹ്മപുത്രയുമാണ്. അപ്പോൾ ഗംഗാ നദിയായാലും ബ്രഹ്മപുത്ര നദിയായാലും ഫെർട്ടൈൽ ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമാക്കിയ ഒരേ ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ആരെന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും. It is the warm blood originating from these vessels that flows through the arteries of the Bengalis. അല്ലേ? അപ്പോൾ ഈ എന്താണ് അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തം, വാം ബ്ലഡ്, ചൂടുരക്തം അല്ലേ, ഒറിജിനേറ്റ് ചെയ്യുന്ന, ഉത്ഭവിക്കുന്ന ഏതിൽ നിന്ന്? ഈ ചേമ്പേഴ്സിൽ നിന്ന്, ഈ വെസൽസിൽ നിന്ന്. അതാണ് ഫ്ലോസ് ത്രൂ അല്ലേ, ഏതിലൂടെ ഒഴുകുന്നത്? ദ ആർട്ടറീസ് ഓഫ് ദ ബംഗാളീസ്, ബംഗാളികളുടെ സിരകളിലൂടെ, ആർട്ടറീസിലൂടെ ഒഴുകുന്ന ചൂടുരക്തമെന്ന് പറയുന്നത് ഈ എന്താണ് വെസലുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന രക്തമാണ്. ഇതാരുടെ പ്രസ്താവനയാണ്? ഇതിനെക്കുറിച്ച്, വിഭജനത്തിനെക്കുറിച്ച് ആര് പറഞ്ഞതാണ്? രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്. He stated the East and the West Bengal are the two chambers of the same heart which is made fertile by the Ganga and the Brahmaputra. It is the warm blood originating from these vessels that flows through the arteries of the Bengalis. Okay. അടുത്തത് ബംഗാൾ ബേൺസ്, ബംഗാൾ ജ്വലിക്കുന്നു. അപ്പോൾ വിഭജനം നടന്നു അല്ലേ. അപ്പോൾ ഇതിനെതിരെ എന്ത് ചെയ്യും? ആരായാലും പ്രതിഷേധിക്കും. ആ പ്രതിഷേധങ്ങളാണ് എന്ന് പറയുന്നത് ബംഗാൾ ബേൺസ് അല്ലെങ്കിൽ ബംഗാൾ ജ്വലിക്കുന്നു എന്ന് പറയുന്നത്. ദ അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ സ്റ്റിർഡ് ബംഗാൾ. അജിറ്റേഷൻസ് പ്രക്ഷോഭം അല്ലെങ്കിൽ സമരങ്ങളാണ്. ഏതിനെതിരെയുള്ള? എഗെയിൻസ്റ്റ് പാർട്ടീഷൻ അല്ലേ, വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ. സ്റ്റിർഡ് ബംഗാൾ, ബംഗാളിനെ എന്ത് ചെയ്തു? ഇളക്കി മറിച്ചു. സ്റ്റിർ ചെയ്യുക, ഇളക്കുക, തന്നല്ലോ, ഇളക്കി മറിക്കുക. അപ്പോൾ ദ അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ സ്റ്റിർഡ് ബംഗാൾ. അപ്പോൾ എന്താണ്? പാർട്ടീഷന് എതിരെയുള്ള, തന്നല്ലോ, വിഭജനത്തിന് എതിരെയുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ബംഗാളിനെ ഇളക്കി മറിച്ചു. അപ്പോൾ എങ്ങനെയെല്ലാമാണ് ബംഗാളിലെ ജനങ്ങൾ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രതികരിച്ച് അല്ലെങ്കിൽ പ്രതിഷേധിച്ചത്? ഏതിനെതിരെ പ്രതിഷേധിച്ചത്? പാർട്ടീഷനെതിരെ എങ്ങനെയാണ് ബംഗാളിലെ ജനങ്ങൾ പ്രതിഷേധിച്ചത്? ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ? വിഭജനത്തിനെതിരെ ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അല്ലെങ്കിൽ പ്രതിഷേധിച്ചത്? ഓക്കെ. ഒന്ന്, എന്തെല്ലാം പ്രതിഷേധങ്ങളാണ് അവർ നടത്തിയത്? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് അല്ലേ, പ്രതിഷേധ യോഗങ്ങൾ. പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധ യോഗങ്ങൾ. അപ്പോൾ പ്രതിഷേധ യോഗങ്ങൾ എന്ത് ചെയ്തു? സംഘടിപ്പിച്ചു. ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. അപ്പോൾ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെ ഏതാണ്? പിക്കറ്റഡ് ഷോപ്സ് ആൻഡ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. പിക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപരോധിക്കലാണ് അല്ലേ. എന്ത്? കടകളെ ഉപരോധിച്ചു. ആ കടകളുടെ പ്രത്യേകത എന്താണ്? ഫോറിൻ ഗുഡ്സുകൾ വിറ്റിരുന്നു, വിദേശ നിർമ്മിത വസ്തുക്കൾ വിറ്റിരുന്ന കടകളെ എന്ത് ചെയ്തു? പിക്കറ്റ് ചെയ്തു അല്ലെങ്കിൽ ഉപരോധിച്ചു. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് അല്ലേ, വിദേശ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? കത്തിച്ചു. ബേൺ ചെയ്യുക, കത്തിക്കുക. വിദേശ നിർമ്മിത വസ്ത്രങ്ങൾ കത്തിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രൊഡക്റ്റ്. ഇന്ത്യൻ നിർമ്മിത സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു. പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എന്തിൻ്റെ യൂസാണ്? ഇന്ത്യൻ പ്രൊഡക്ട്സിൻ്റെ, ഇന്ത്യൻ നിർമ്മിത സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ പബ്ലിക് മീറ്റിങ്ങുകൾ, പൊതുയോഗങ്ങളും അതുപോലെ തന്നെ മാർച്ചുകൾ, പ്രകടനങ്ങളും എന്ത് ചെയ്തു? ഓർഗനൈസ് ചെയ്തു, സംഘടിപ്പിച്ചു. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഏതെല്ലാം രീതിയിലാണ് ആര് പ്രതികരിച്ചത്? പാർട്ടീഷനെതിരെ ബംഗാളിലെ എന്താണ് ജനങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ആണല്ലോ. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇവിടെ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ബോയ്ക്കോട്ട് ഓഫ് ഷുഗർ, പഞ്ചസാരയുടെ ബഹിഷ്കരണം. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ വിലക്കുക തന്നല്ലോ. അപ്പോൾ എന്തിൻ്റെ ബഹിഷ്കരണമാണ്? ഷുഗറിൻ്റെ ബഹിഷ്കരണം.
ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രൊഡക്റ്റ് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദി അജിറ്റേഷൻ എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാളിൻ്റെ പാർട്ടീഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അജിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ മുഖ്യ സ്ലോഗൻ എന്ന് പറയുന്നത്, മുഖ്യ മുദ്രാവാക്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, അല്ലേ? എന്ത് ചെയ്യുക? വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. യൂസ് സ്വദേശി പ്രൊഡക്റ്റ്, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ വിദേശ നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ചെയ്യുക, എന്ത് യൂസ് ചെയ്യുക? സ്വദേശി പ്രൊഡക്റ്റ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ഉപയോഗിക്കുക എന്നതായിരുന്നു മെയിൻ സ്ലോഗൻ, മുഖ്യ മുദ്രാവാക്യമെന്ന് പറയുന്നത്. ഏതിൻ്റെ? ബംഗാൾ വിഭജനത്തിനെതിരെ, പാർട്ടീഷൻ ഓഫ് ബംഗാളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അജിറ്റേഷൻസിൻ്റെ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ, സമരങ്ങളുടെ മുഖ്യ മുദ്രാവാക്യം ഇതായിരുന്നു. The people were exhorted to boycott even wedding tea parties where foreign made sugar was used. അപ്പോൾ ആൾക്കാരോട് ആഹ്വാനം ചെയ്തു, എക്സോർട്ട് ചെയ്തു, അല്ലേ? ആഹ്വാനം ചെയ്തു. ടു ബോയ്ക്കോട്ട്, എന്ത് ബഹിഷ്കരിക്കണം? ഈവൻ വെഡ്ഡിങ് ടീ പാർട്ടീസ്, അല്ലേ? എന്താണ്? വിവാഹ സൽക്കാരങ്ങളിൽ പോലും എന്താണ്? വെയർ ഫോറിൻ മെയ്ഡ് ഷുഗർ വാസ് യൂസ്ഡ്, വിദേശ നിർമ്മിത പഞ്ചസാര ഉപയോഗിക്കുന്ന വിവാഹ സൽക്കാര പാർട്ടികൾ പോലും എന്ത് ചെയ്യുന്നതിന് വേണ്ടി? ബോയ്ക്കോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് എക്സോർട്ട് ചെയ്തു, ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, അല്ലേ? ദ പീപ്പിൾ വെയർ എക്സോർട്ടഡ് ടു ബോയ്ക്കോട്ട് ഈവൻ wedding tea parties where foreign made sugar was used. The nationalist promoted jaggery instead of sugar. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം എന്തുപയോഗിക്കുക? ഇൻസ്റ്റഡ് പകരം, അല്ലേ? എന്തുപയോഗിക്കുക? ശർക്കര അല്ലെങ്കിൽ ജാഗറി. അത് ആര് പ്രോത്സാഹിപ്പിച്ചു, പ്രൊമോട്ട് ചെയ്തു? ദേശീയവാദികൾ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് പ്രൊമോട്ട് ചെയ്തത്. നാഷണലിസ്റ്റ് പ്രൊമോട്ടഡ് ജാഗറി ഇൻസ്റ്റഡ് ഓഫ് ഷുഗർ. അതാണ് എന്തെന്ന് പറയുന്നത്? ഷുഗറിൻ്റെ ബോയ്ക്കോട്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ എന്താണ്? ബഹിഷ്കരണം, അല്ലെങ്കിൽ പഞ്ചസാരയുടെ ബഹിഷ്കരണം. ഇതെന്ത് തന്നെയായിരുന്നു? ഒരു തരത്തിലുള്ള പ്രതിഷേധ മാർഗമായിരുന്നു, അല്ലേ? ആർക്കെതിരെയുള്ള? ബ്രിട്ടീഷുകൾക്ക് എതിരെയുള്ള. Considering the intensity of the agitation, the British government was compelled to withdraw the partition. അടുത്ത് നോക്കാം. ഇൻറ്റൻസിറ്റി, അല്ലേ? എന്ത് പരിഗണിച്ച്? തീവ്രത പരിഗണിച്ച്. എന്തിൻ്റെ തീവ്രതയാണ്? അജിറ്റേഷൻസിൻ്റെ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ, സമരങ്ങളുടെ ഇൻറ്റൻസിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട്, സമരങ്ങളുടെ തീവ്രത അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ തീവ്രത പരിഗണിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധിതരായി തീർന്നു. ടു വിഡ്രോ, പിൻവലിക്കാൻ. എന്താണ്? ദ പാർട്ടീഷൻ. അപ്പോൾ എന്താണ്? ബംഗാളിൻ്റെ വിഭജനം, അല്ലേ? ആ വിഭജനം പിൻവലിക്കാൻ ആര് നിർബന്ധിതരായി? ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധിതരായി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പ്രക്ഷോഭങ്ങളുടെ തീവ്രത പരിഗണിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? പാർട്ടീഷൻ വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ പിൻവലിച്ചു. അപ്പോൾ കൺസിഡറിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി അജിറ്റേഷൻസ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് കമ്പൽഡ് ടു വിഡ്രോ ദ പാർട്ടീഷൻ. ആണല്ലോ. അപ്പോൾ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ്, വാട്ട് വേസ് ആർ ദ അജിറ്റേഷൻ അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഡിഫറെൻറ്റ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് ഓഫ് മോഡറേറ്റ് ഫേസ്, അല്ലേ? അപ്പോൾ മിതവാദ ഘട്ടത്തിലെ സമരങ്ങളിൽ നിന്നും, അല്ലേ, എന്തെല്ലാം വ്യത്യസ്തകളാണ് ഏത് സമരങ്ങൾക്കുള്ളത്? നമ്മുടെ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക്, അല്ലെങ്കിൽ അജിറ്റേഷൻസിനുള്ളത്. അപ്പോൾ അവിടെ വളരെ മിതമായ സമരങ്ങളായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഫേസിൽ, അല്ലേ? വളരെയധികം അല്ല, നമ്മൾ മോഡറേറ്റ് ഫേസിൽ ആ സമര രീതികൾ നോക്കിയാൽ മതി. ഇവിടുത്തെ സമരരീതി, ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരരീതി തന്നെയല്ലോ, അവ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ഏത് തമ്മിലുള്ള മോഡറേറ്റ് പീരീഡിലുള്ളതും അതുപോലെ തന്നെ ബംഗാൾ പാർട്ടീഷൻ സമയത്തുണ്ടായ അജിറ്റേഷൻസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസാണ് അവിടെ നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ. അടുത്തത്, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. സ്വരാജ്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ബർത്ത് റൈറ്റാണ്. അത് ആരാണ് പറഞ്ഞത്? അപ്പോൾ നോക്കാം. ചേഞ്ചസ് ആയി തുടങ്ങി, അല്ലേ? മോഡറേറ്റ് ഫേസിൽ നിന്ന് ഇതിലോട്ട് വരെയാണ് എക്സ്ട്രീമിസ്റ്റ് ഫേസിലോട്ട് വരാൻ പോവുകയാണ്, എക്സ്ട്രീം നാഷണലിസത്തിലോട്ട് വരാൻ പോകുന്നു. അപ്പോൾ അത് ബംഗാളിൻ്റെ അത് നോക്കിയാൽ തന്നെ അറിയാം എന്താണ് അവരുടെ സമര രീതികൾക്ക് എന്തായിരുന്നു, വളരെ ഒത്തിരി ശക്തി കൂടുതലായ രീതിയായിരുന്നു എന്ന് പറയുന്നത് ഈ ബംഗാൾ പാർട്ടീഷനെതിരെയുള്ള സമര രീതികളെന്ന് പറയുന്നത്. The period of agitations followed by the partition of Bengal brought a new turn in the national movement and it was known as the period of extreme nationalism. അപ്പോൾ പീരീഡ് ഓഫ് അജിറ്റേഷൻ ഫോളോഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അല്ലേ? ബംഗാളിൻ്റെ വിഭജന സമയത്ത് തുടർന്ന് വന്നിരുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ഫോളോ ചെയ്തിരുന്ന എന്താണ് അജിറ്റേഷൻസ് അല്ലെങ്കിൽ ആ സമര കാലഘട്ടങ്ങളെന്ന് പറയുന്നത്
പീരീഡ് ഓഫ് അജിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ, സമര കാലഘട്ടം എന്ന് പറയുന്നത്. എന്തിനെ പിന്തുടർന്നുണ്ടായ പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ തുടർന്നുണ്ടായ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നിരുന്ന അജിറ്റേഷൻസിൻ്റെ ആ പീരീഡ് എന്ന് പറയുന്നത് ബ്രോട്ട് എ ന്യൂ ടേൺ ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. അത് എന്താണ്, ഒരു പുതിയ വഴിത്തിരിവ്, ന്യൂ ടേൺ ഉണ്ടാക്കി, ഒരു പുതിയ വഴിത്തിരിവുണ്ടാക്കി. ഏതിലാണ്? ഇൻ ദി നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനങ്ങളിൽ എന്ത് സംഭവിച്ചു? ഒരു വഴിത്തിരിവ്, ഒരു ന്യൂ ടേൺ, പുതിയൊരു വഴിത്തിരിവുണ്ടാക്കി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് known as the period of extreme nationalism. തീവ്ര ദേശീയതയുടെ പീരീഡ് അല്ലെങ്കിൽ കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്നത് അതിനെയാണ്. അപ്പോൾ the period of agitation followed by the partition of Bengal brought a new turn in the national movement. It was known as the period of extreme nationalism. അല്ലേ, അപ്പം ബംഗാൾ വിഭജനത്തിനെ തുടർന്നുണ്ടായ സമര കാലഘട്ടത്തിൽ എന്താണ്, ഒരു പുതിയ വഴിത്തിരിവ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാക്കി. അതിനെ വിളിക്കുന്ന പേരാണ്, ആ കാലഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീം നാഷണലിസം എന്ന് വിളിക്കുന്നത്. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദിസ് ഫേസ്, ഈ എക്സ്ട്രീം ഫേസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്, ലീഡേഴ്സ് എന്ന് പറയുന്നത് ആരെല്ലാമായിരുന്നു? ബാലഗംഗാധർ തിലകൻ, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ ലാല ലജ്പത് റായ്. ഇത് പ്രധാനപ്പെട്ടവരാണ്. ഇനിയുണ്ട്. അപ്പോൾ ഇത് വളരെ മുഖ്യമായിട്ടുള്ള നായകരാണ്, അല്ലെങ്കിൽ നേതൃത്വം തുടങ്ങിയ നേതാക്കളാണ്. ഇവരൊക്കെ എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ ലാല ലജ്പത് റായ്. ദേ ആർ ജോയിൻ്റ്ലി നോണസ്, അവരുടെ കൂട്ടുകെട്ടിനെ അല്ലെങ്കിൽ ഇവർ കളക്റ്റീവ്ലി ഒരുമിച്ച് അവരെ വിളിച്ചിരുന്ന പേര് ലാൽ ബാൽ പാൽ എന്നാണ്. ലാലാൽ ലജ്പത് റായുടെ എന്താണ്, ലാലും, അതുപോലെ തന്നെ ബാലഗംഗാധര തിലകിൻ്റെ ബാലും, അല്ലേ, പിന്നെ അതൊക്കെയാണ് ബിപിൻ ചന്ദ്രപാലിൻ്റെ പാലും, അല്ലേ. അപ്പോൾ അപ്പോൾ ലാൽ ഏതാണ്? ലാലാ ലജ്പത് റായുടെ ലാല്, ബാലഗംഗാധര തിലകിൻ്റെ ബാല്, അല്ലേ, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാലിൻ്റെ പാൽ. ഇതിലൂടെ മൂന്നും കൂടെ ചേർത്താണ് ഇവരെ എന്തെന്നറിയപ്പെടുന്നത്, ലാൽ ബാൽ പാൽ. ദ ആക്ടിവിറ്റീസ് ഓഫ് അവരുടെ ഫോട്ടോ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ദ ആക്ടിവിറ്റീസ് ഓഫ് ദീസ് ലീഡേഴ്സ് വോൺ കൺട്രി വൈഡ് അറ്റൻഷൻ ആൻഡ് ഇൻസ്പയർഡ് ദ മാസ്. അപ്പോൾ ഈ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ, പ്രവർത്തനങ്ങൾ ആരുടെയാണ്? ദീസ് ലീഡേഴ്സ്, ഈ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ ഓൺ കൺട്രി വൈഡ് അറ്റൻഷൻ, അല്ലേ, രാജ്യ മൊത്തത്തിൽ അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ അല്ലെങ്കിൽ കൺട്രി വൈഡ് അറ്റൻഷൻ നേടിയെടുത്തു, ഓൺ ചെയ്തു. അപ്പോൾ ദേശീയ ശ്രദ്ധ നേടിയെടുത്തു ആരുടെ പ്രവർത്തനങ്ങൾ? ഈ മൂന്ന് നേതാക്കളുടെ പ്രവർത്തനങ്ങൾ. ആൻഡ് ഇൻസ്പയർഡ് ദ മാസ്, അങ്ങനെ എന്ത് ചെയ്തു? ഇൻസ്പയർ ചെയ്തു അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചു. ആരെയാണ്? മാസ്, ജനക്കൂട്ടത്തെ ഒരുപാട് ആകർഷിച്ചു, അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രചോദിപ്പിച്ചു. ബാലഗംഗാധർ തിലക് വാസ് ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദ എക്സ്ട്രീം നാഷണലിസം, അല്ലേ. ഇപ്പോൾ തീവ്ര ദേശീയതയുടെ എന്താണ്, പൂർണ്ണമായ അല്ലെങ്കിൽ മുഖ്യനായ ചീഫായിട്ടുള്ള സ്പോക്സ്മാൻ അല്ലെങ്കിൽ വക്താവായിരുന്നു ആരെന്ന് പറയുന്നത് ബാൽ ഗംഗാധർ തിലക്. അപ്പോൾ എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ചീഫ് സ്പോക്സ്മാൻ ആരായിരുന്നു? ബാൽ ഗംഗാധർ തിലക്. അതല്ലോ, തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു ബാലഗംഗാധര തിലകൻ. ഹി വാസ് റെഫേർഡ് ആസ് ലോകമാന്യ. അദ്ദേഹത്തിനെ ആൾക്കാർ ആദരപൂർവ്വം, റിവേർഡ് ഇതാണ്, കാൾഡ് ഓൺ റെസ്പെക്റ്റ്, അല്ലേ. അപ്പോൾ ആദരപൂർവ്വം, വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് ലോകമാന്യ. അപ്പോൾ ലോകമാന്യ തിലക് എന്ന് പറഞ്ഞാൽ ആരാണ്? ബാലഗംഗാധര തിലകിൻ്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ലോകമാന്യ തിലക്. അപ്പോൾ ബാലഗംഗാധരനെ റിവേർഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വളരെ എന്താണ്, ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി വിളിച്ചിരുന്ന പേരാണ് ലോകമാന്യ. ദ 2 ന്യൂസ് പേപ്പേഴ്സ് ഈ സ്റ്റാർട്ടഡ്, അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങളാണ്. ഏതെല്ലാം ന്യൂസ് പേപ്പറുകളാണ് അദ്ദേഹം ആരംഭിച്ചു? മറാത്ത, അതുപോലെ തന്നെ കേസരി. അപ്പോൾ കേസരി എന്ന ദിനപത്രം, അതുപോലെ തന്നെ മറാത്ത എന്ന് പറയുന്ന ദിനപത്രം, ഇവ രണ്ടും ആരംഭിച്ച ദിനപത്രങ്ങളാണ്, ന്യൂസ് പേപ്പറുകളാണ്? ബാലഗംഗാധര തിലക് ആരംഭിച്ച ന്യൂസ് പേപ്പറുകളാണ്. ഹീ മെയ്ഡ് ദ ഫേമസ് സ്ലോഗൻ, അദ്ദേഹമാണ് എന്താണ് പ്രശസ്തമായ ഈ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്താണ്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, സ്വരാജ്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എൻ്റെ എന്താണ് ജന്മാവകാശമാണ്. ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്, ഞാനത് നേടുക തന്നെ ചെയ്യും, അല്ലേ എന്ന് പറഞ്ഞത് ആരാണ്? ഈ ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ഏതാണ്? ലോകമാന്യ തിലക് എന്നും വിളിക്കും. ലോകമാന്യ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, ബാലഗംഗാധര തിലകാണ്. അദ്ദേഹം എന്തായിരുന്നു? ചീഫ് സ്പോക്സ്മാൻ ആയിരുന്നു ആരുടെ? എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ.
അദ്ദേഹം ആരംഭിച്ച 2 ന്യൂസ് പേപ്പേഴ്സ് ഏതൊക്കെയാണ്? മറാത്ത, അതുപോലെ തന്നെ കേസരി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് സ്ലോഗൻ എന്തായിരുന്നു? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മോഡറേറ്റ് ലീഡേഴ്സ്, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്. എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു? ബാലഗംഗാധർ തിലക്, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ ലാലാ ലജപത് റായ്, അല്ലേ, ലാൽ ബാൽ പാൽ. പിന്നെ അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് മോഡറേറ്റ് ലീഡേഴ്സ്, ഗോപാലകൃഷ്ണ ഗോഖലെ. 4 പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ ദാദാഭായ് നവറോജിയ, അല്ലെങ്കിൽ ഫിറോസ് ഷാ മേത്ത, അല്ലേ, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് വേണമെങ്കിൽ അവിടെ മോഡറേറ്റ് ലീഡേഴ്സിൻ്റെ കോളത്തിൽ എഴുതണം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജികളും, അല്ലേ, എന്തെല്ലാമാണ് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ നോക്കിയാൽ മതി. ബംഗാൾ സമയത്ത് യൂസ് ചെയ്ത് നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിലും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ. ആ പ്രവർത്തന രീതികളാണ് അവിടെ ചോദിച്ചത്. സ്ട്രാറ്റജീസ്, എന്തെല്ലാം പ്രവർത്തന രീതികളാണ് ആരും ഉപയോഗിച്ചിരുന്നത്? മിതവാദികളും തീവ്ര ദേശീയവാദികളും ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും ആദ്യം മോഡറേറ്റ് ആ റീജിയൻ, ആ ഏരിയ നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. അവിടെ നിന്നുള്ള കുറേ പോയിൻറ്റുകളും, അതുപോലെ തന്നെ ഈ ബംഗാൾ പാർട്ടീഷനെ സംബന്ധിച്ച് ആ സമയത്ത് യൂസ് ചെയ്ത സ്ട്രാറ്റജികൾ, അതും നമ്മളവിടെ എഴുതണം. അത് ഏതുപോലെ തന്നെയാണ് ഡിഫറൻസ് എഴുതുന്ന പോലെ തന്നെയാണ് അവിടെ അത് എഴുതാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അല്ലേ, സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്. ദി ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ Aga Khan and Nawab Salimullah Khan in Dhaka in 1906 during the movement against the partition of Bengal. അപ്പോൾ ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്ത് 1906 ധാക്കയിൽ, അല്ലേ, ആരാണ്? നവാബ് സലിമുള്ള ഖാനും അതുപോലെ തന്നെ അഗാ ഖാനും ചേർന്ന് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ അഗാ ഖാൻ ആൻഡ് നവാബ് സലിമുള്ള ഖാൻ ഇൻ ധാക്ക. ഏത് വർഷമാണ്? 1906. എപ്പോഴാണ്? ഈ ബംഗാൾ പാർട്ടീഷൻ്റെ സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രൂപീകരിച്ചതാണ്. നെക്സ്റ്റ് സൂററ്റ് സ്പ്ലിറ്റ് തന്നല്ലോ, സൂററ്റ് പിളർപ്പ്. The national movement became stronger with the agitation against the partition of Bengal. ബംഗാൾ വിഭജനത്തിന് ശേഷം തന്നല്ലോ നാഷണൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആ സമര കാലഘട്ടത്തിൽ നാഷണൽ മൂവ്മെൻ്റ്, അല്ല, ദേശീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് എന്തായി? ബിക്കെയിം സ്ട്രോങ്ങർ, വളരെയധികം ശക്തി ആർജിച്ചു. ഏതിനു ശേഷമാണ്? ബംഗാൾ പാർട്ടീഷൻ എഗെയിൻസ്റ്റുള്ള അജിറ്റേഷൻ സമയത്ത്, അല്ലെങ്കിൽ സമരങ്ങളുടെ, അല്ലെങ്കിൽ പ്രക്ഷോഭ കാലഘട്ടത്തിൽ, ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭ കാലഘട്ടത്തിൽ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബിക്കെയിം സ്ട്രോങ്ങറായി മാറി, ശക്തി ആർജിച്ചു. ഓക്കെ, ഇൻ ദിസ് പീരിയഡ്, ഈ കാലഘട്ടത്തിൽ ദർ വാസ് ഗ്രോയിങ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ എക്സ്ട്രീമിസ്റ്റുകളും തീവ്രദേശീയവാദികളും അതുപോലെ തന്നെ മോഡറേറ്റുകളും മിതവാദികളും തമ്മിലുള്ള ഒപ്പീനിയനിൽ ഡിഫറൻസ് ഉണ്ടായി, അല്ലെങ്കിൽ അഭിപ്രായത്തിൽ എന്ത് സംഭവിച്ചു? വ്യത്യാസം വളർന്നു വന്നു തന്നല്ലോ. ഇപ്പോൾ ഗ്രോയിങ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു, അല്ലേ. ആര് തമ്മിലാണ്? ഈ കാലഘട്ടത്തിൽ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റും, മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിൽ അഭിപ്രായ ഭിന്നത, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്ത് ചെയ്തു? വളർന്നു വന്നു. ഇറ്റ് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് ഓഫ് ഇറ്റ്സ് ആൾ ഇന്ത്യ സെഷൻ അറ്റ് സൂററ്റ് ഇൻ 1907. അപ്പം 1907 സൂററ്റിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ ആൾ ഇന്ത്യ സമ്മേളനത്തിൽ ഇതെന്തിലേക്ക് ലീഡ് ചെയ്തു, നയിച്ചു? സ്പ്ലിറ്റ്, അല്ലേ, പിളരുന്നതിലേക്ക് കാരണമായി. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിന് എന്ത് സംഭവിച്ചു? ഒരു സ്പ്ലിറ്റപ്പ് ഉണ്ടായി. ഇവിടെ വെച്ചാണ്? സൂററ്റിൽ വെച്ച്. ഏത് സമ്മേളനത്തിലാണ്? 1907 നടത്തിയ ആൾ ഇന്ത്യ സമ്മേളനത്തിൽ വെച്ച്. ആരുടെയാണ്? കോൺഗ്രസിൻ്റെ ആൾ ഇന്ത്യ സമ്മേളനം 1907 സൂററ്റിൽ വെച്ച് നടന്നപ്പോൾ അതെന്തിലേക്ക് നയിച്ചു? അതിൻ്റെ പിളർപ്പിലേക്ക് നയിച്ചു. ഇറ്റ് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് അറ്റ് ഇറ്റ്സ് ആൾ ഇന്ത്യ സെഷൻ അറ്റ് സൂററ്റ് ഇൻ 1907. ഇറ്റ് ടെമ്പറലി വീക്കൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്. അത് താൽക്കാലികമായിട്ട്, ടെമ്പറലി തന്നല്ലോ, വീക്കൻ ചെയ്തു, അല്ലെങ്കിൽ ദുർബലപ്പെടുത്തി ആരുടെ പ്രവർത്തനങ്ങൾ, ആരുടെ ആക്ടിവിറ്റീസിനെ, നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി അത് ദുർബലപ്പെടുത്തി. ഇറ്റ് ടെമ്പറലി വീക്കൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്. അടുത്ത് നോക്കാം,
ഹോം റൂൾ മൂവ്മെൻ്റാണ്, ഹോം റൂൾ പ്രസ്ഥാനമാണ്. ദ കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ വിത്ത് ദ ഹോപ്പ് ദാറ്റ് ഇന്ത്യ വുഡ് ബി ഗ്രാൻഡഡ് ആട്ടോണമി ആഫ്റ്റർ ദി വാർ. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ബ്രിട്ടനെ പിന്താങ്ങിയിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. എപ്പോഴാണ്? ഒന്നാം ലോക യുദ്ധകാലത്ത്, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് കോൺഗ്രസ് ആരെ പിന്തുണച്ചിരുന്നു? ബ്രിട്ടനെ പിന്തുണച്ചിരുന്നു. എന്ത് പ്രതീക്ഷയോടുകൂടിയാണ്? വിത്ത് ദ ഹോപ്പ് ദാറ്റ്, എന്ത് പ്രതീക്ഷയോടുകൂടിയാണ്? ഇന്ത്യ വുഡ് ബി ഗ്രാൻഡഡ് ആട്ടോണമി ആഫ്റ്റർ ദ വാർ, അല്ലേ? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് നൽകും? ഗ്രാൻഡ് ചെയ്യും, സ്വയംഭരണം അല്ലെങ്കിൽ ആട്ടോണമി പ്രദാനം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്ത് ചെയ്തത്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെ ആര് സപ്പോർട്ട് ചെയ്തത്? കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തത്. ദ കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ വിത്ത് ദ ഹോപ്പ് ദാറ്റ് ഇന്ത്യ വുഡ് ബി ഗ്രാൻഡഡ് ആട്ടോണമി ആഫ്റ്റർ ദി വാർ. Okay, during this time, the Home Rule movement led by Annie Besant and Bal Gangadhar Tilak kept the national movement alive. അപ്പോൾ ഈ സമയത്ത് ഡ്യൂറിങ് ദിസ് ടൈം, അല്ലേ, ഹോം റൂൾ മൂവ്മെൻറ്റുകൾ, ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരൊക്കെ നയിച്ചിരുന്നു? ആനി ബസൻറ്റും അതുപോലെ തന്നെ ബാലഗംഗാധർ തിലകും നയിച്ചിരുന്ന ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ് നാഷണൽ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളെ എലൈവായിട്ട് നിർത്തിയത്, അല്ലെങ്കിൽ ജീവസുറ്റതാക്കി നിലനിർത്തിയത്, സജീവമായി നിലനിർത്തിയത്. ഏതാണ്? ഈ ഹോം റൂൾ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. ആരൊക്കെ നയിച്ചിരുന്നത്? ആനി ബസൻറ്റും ബാലഗംഗാധര തിലകും നയിച്ചിരുന്നു തന്നല്ലോ. അപ്പോൾ ആനി ബസൻ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ആരാണ് ഈ ആനി ബസൻ്റ്? അയർലൻഡിലൊരു ലേഡിയാണ്, ഐറിഷ് ലേഡിയാണ് എന്ന് പറയുന്നത്. അയർലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഒരു സ്ത്രീയാണ് ആയിരുന്നു പറയുന്നത് ഈ ആനി ബസൻ്റ് എന്ന് പറയുന്നത്. അവർക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ എന്ത് ചെയ്തു? ആകർഷത തോന്നി, അട്രാക്ഷൻ തോന്നി. അങ്ങനെ അവർ ഇന്ത്യൻ എന്ത് ചെയ്തു? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുത്തു. ഏത് വർഷം? 1893 ഷീ സ്റ്റാർട്ടഡ് ഹോം റൂൾ. അവരാണ് 1916 എന്താ ആരംഭിച്ചത്? ആനി ബസൻ്റാണ് ഹോം റൂൾ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. അപ്പോൾ ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താരാണ്? ആനി ബസൻ്റാണ് തന്നല്ലോ. അപ്പോൾ ദ ഐറിഷ് ലേഡി ഹൂ വാസ് അട്രാക്റ്റഡ് ടു ദ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ടുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇൻ 1893. ആനി ബസൻ്റ് എന്ന് പറയുന്നത് ഒരു ഐറിഷ് ലേഡിയാണ്, അയർലൻഡിലെ ഒരു വനിതയാണ്. അവർ എന്ത് ചെയ്തു? അട്രാക്റ്റ് ചെയ്യുക, ആകർഷിക്കപ്പെടുക. ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷിക്കപ്പെടുകയും അങ്ങനെ എന്തെടുത്തു? ടുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുകയും ചെയ്തു. ഏത് വർഷം? 1893 ഷീ സ്റ്റാർട്ടഡ്. അവരാണ് ആരംഭിച്ചത്? ഹോം റൂൾ മൂവ്മെൻറ്റ്. ഏത് ഇയറിലാണ്? 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ലക്നൗ പാക്ട്, ലക്നൗ സന്ധി അല്ലെങ്കിൽ ഉടമ്പടി. ദ ലക്നൗ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ 1916 വെൻ ദ ഹോം റൂൾ മൂവ്മെൻറ്റ് വെയർ ആക്റ്റീവ്. അപ്പോൾ ഹോം റൂൾ മൂവ്മെൻറ്റുകൾ സജീവമായി നിന്ന് ആക്റ്റീവായി നിന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് കൂടിയത്? അവരുടെ ലക്നൗ സമ്മേളനം, ലക്നൗ സെഷൻ കൂടിയത്. The Lucknow session of the Indian National Congress was held in 1916 when the Home Rule movements were active. The moderate and extremists who split in Surat session decided to give up their differences of opinion and joined together. അപ്പം പറഞ്ഞു സൂററ്റിൽ വെച്ച് അല്ലേ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. ആരൊക്കെ തമ്മിലാണ്? മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും. അപ്പോൾ ആ സ്പ്ലിറ്റ് എന്ത് ചെയ്യാം? സൂററ്റ് സെഷനിൽ വെച്ച് ഉണ്ടായ ആ സ്പ്ലിറ്റ് എന്ത് ചെയ്യാം? ഗിവ് അപ്പ് ചെയ്യാം. ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അല്ലേ? അതിന് അവരെന്ത് ചെയ്തു? തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്തു. ഗിവ് അപ്പ് ദെയർ എന്താണ് ഉപേക്ഷിക്കുന്നത്? ദെയർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അല്ലേ? അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത. അപ്പോൾ സൂററ്റ് സെഷനിലുണ്ടായ, സൂററ്റ് സമ്മേളനത്തിലുണ്ടായ അഭിപ്രായ ഭിന്നത എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം എന്ന് ആരും തീരുമാനിച്ചു? മിതവാദികളും അതുപോലെ തന്നെ തീവ്ര ദേശീയവാദികളും മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും തീരുമാനിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ജോയിൻഡ് ടുഗദർ, അവർ ഒരുമിച്ച് ചേർന്നു. അതാണ് എന്ന് പറയുന്നത് ലക്നൗ പാക്ട് അല്ലെങ്കിൽ ലക്നൗ സന്ധി അല്ലെങ്കിൽ ലക്നൗ ഉടമ്പടി എന്ന് പറയുന്നത്. ദേ ആൾസോ ഡിസൈഡഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ ദി ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻ. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്, ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ്, ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്ക് ആരോടുകൂടി കോപ്പറേറ്റ് ചെയ്യാം? സഹകരിക്കുവാൻ തീരുമാനിച്ചു. ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക, കോപ്പറേറ്റ്, സഹകരണം. ആരോടൊപ്പം കൂടെ? ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അല്ലേ? നമ്മുടെ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ആരംഭിച്ച ആരും അഗാഖാനും സലീമുള്ള ഖാനും കൂടി ആരംഭിച്ച ആൾ ഇന്ത്യ മുസ്ലിം ലീഗിലും എന്ത് ചെയ്യാം? ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിനെതിരെ സഹകരിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, 2 ടേബിളിലുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും പിന്നെ ഒരു ഫില്ലിങ് ദ ബ്ലാങ്കുമായിട്ടും ഒരു 2 ടേബിളിൽ കിടപ്പണം. അപ്പോൾ അതുകൂടെ ഒന്ന്
നോക്കി അവസാനിപ്പിക്കാം. ടെസ്റ്റ് പേപ്പറിനൊക്കെ വേണ്ടി നല്ലോണം പഠിച്ചോളണം. നോട്ട് ഉത്തരം പെട്ടെന്ന് നല്ല രീതിയിൽ തയ്യാറാക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. അതിൽ മാച്ച് കോളം എ വിത്ത് കോളം ബി അല്ലേ. എ കോളത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മസമാജ്, ആര്യ സമാജ്, ആര്യ മഹിള സഭ, രാമകൃഷ്ണ മിഷൻ. ഇത് നമ്മളെവിടെ പഠിച്ചിട്ടുണ്ട്? മോഡറേറ്റ് ഫേസ് പഠിച്ചില്ലേ, അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് മാച്ച് ചെയ്യുന്ന ബി കോളത്തിൽ ഏതെന്നൊക്കെ നോക്കുക. ഏതൊക്കെയാണ് ബി കോളത്തിൽ? എന്തിന്? സ്വാമി വിവേകാനന്ദ, രാജാറാം മോഹൻ റായ്, സ്വാമി ദയാനന്ദ സരസ്വതി, പണ്ഡിത രമാഭായി അല്ലേ. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളവിടെ പഠിച്ചാണ്. അതായത് മോഡറേറ്റിൽ പഠിച്ചു. അപ്പോൾ നോക്കാം, ബ്രഹ്മസമാജിൽ ഏതാണ് കറക്റ്റ്? രാജാറാം മോഹൻ റായ് സ്റ്റാർട്ട് ചെയ്ത മൂവ്മെൻ്റാണ് എന്ന് പറയുന്നത് ബ്രഹ്മസമാജ്. അപ്പോൾ ബ്രഹ്മസമാജ് അതിന് നേരെ വരേണ്ടത് രാജാറാം മോഹൻ റായ്. ആര്യ സമാജ് അതിന് നേരെ വരേണ്ടത് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് ആര്യ മഹിളാസഭയ്ക്ക് നേരെ വരേണ്ടത് പണ്ഡിത രമാഭായി. അടുത്തത് രാമകൃഷ്ണ മിഷന് നേരെ വരേണ്ടത് സ്വാമി വിവേകാനന്ദ. ഒരിക്കൽ കൂടെ പറയാം, ബ്രഹ്മസമാജ് അതിന് നേരെ വരേണ്ടത് രാജാറാം മോഹൻ റായ്. ആര്യ സമാജിന് നേരെ വരേണ്ടത് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ മഹിളാസഭയ്ക്ക് നേരെ വരേണ്ടതാണ് പണ്ഡിത രമാഭായി. രാമകൃഷ്ണ മിഷന് നേരെ വരേണ്ടത് സ്വാമി വിവേകാനന്ദ. അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ കുറിച്ചൊക്കെ ഒരു കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെ എന്തായിരുന്നു? മോഡറേറ്റ് നാഷണലിസം ആയിരുന്നു അല്ലേ. ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ ആൾക്കാരായിരുന്നു. ബാലഗംഗാധര തിലക് എന്തായിരുന്നു? എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ആൾക്കാരായിരുന്നു അല്ലേ. ആനി ബസൻ്റ് ആണ് എന്ത് ചെയ്തത്? ഹോം റൂൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത്. അഗാഖാൻ അല്ലേ, ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അപ്പോൾ ആ ഫില്ലിങ് ചെയ്യേണ്ട സ്ഥലത്തുകൾ വരേണ്ടത് രണ്ടാമത്തിലാണ് നമുക്ക് എഴുതാനുള്ളത്. ബാലഗംഗാധര തിലകിന് നേരെ വരാനുള്ളത് എന്താണ്? എക്സ്ട്രീം നാഷണലിസം. അടുത്തത് 3 എന്താണ്? ഡാഷാണ് പറഞ്ഞിരിക്കുന്നത്. ഹോം റൂൾ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഫില്ല് ചെയ്യാനുള്ളത് ആനി ബസൻ്റ്. 3 ആനി ബസൻ്റാണ് ഫില്ല് ചെയ്യാനുള്ളത്. 4ാമത്തിൽ അഗാഖാൻ പറഞ്ഞിട്ടുണ്ട്. ഫില്ല് ചെയ്യാനുള്ളത് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്. തന്നല്ലോ. എല്ലാവർക്കും ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം, നോട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. ടെസ്റ്റ് പേപ്പറിന് എത്രയും പെട്ടെന്ന് റെഡി ആയിക്കൊള്ളുക. തന്നല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. താങ്ക് യു വെരി മച്ച്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.